ബ്രാഹ്മണ പരിഷത്ത് കാസർഗോഡ് ജില്ലാ സംഗമം ഞായറാഴ്ച എടനീർ മഠത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റവും ഉയർന്ന വിജയശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ യെനപ്പോയ മെഡിക്കൽ കോളേജ് 2024-25 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക 8881000222. ജില്ലയിലെ 7ഓളം ബ്രാഹ്മണ സംഘടനകളുടെ കൂട്ടായ്മയായ ബ്രാഹ്മണ പരിഷത്തിന്റെ ജില്ലാ സംഗമം ഞായറാഴ്ച എടനീർ മഠത്തിൽ നടക്കും. ഹവ്യക, ശിവള്ളി, കരാട, യോഗക്ഷേമ സഭ, കൂട്ടമഹാജഗത്തു, അയ്യർ സഭ, സ്ഥാനിക തുടങ്ങിയ ബ്രാഹ്മണ സംഘടനകളുടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുകയാണ് പരിഷത്ത്. സമുദായാംഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ സംഗമത്തിൽ ചർച്ച ചെയ്യും. രാവിലെ 10 മണിക്ക് എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമി ദീപം തെളിയിക്കും. എച്ച് വിട്ടൽ ഭട്ട് അധ്യക്ഷത വഹിക്കും. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ നടക്കും. തിരുവാതിരക്കളി, നൃത്യാർപ്പണം, ഭരതനാട്യ ഗാന വൈഭവം, സൗന്ദര്യലഹരി എന്നിവ അവതരിപ്പിക്കും. സമാപന സമ്മേളനം കർണാടക ബാങ്ക് ചെയർമാൻ പ്രദീപ് കുമാർ പഞ്ച ഉദ്ഘാടനം ചെയ്യും. ബ്രാഹ്മണ സമൂഹത്തിൽ നിന്നും ഉന്നത നിലയിൽ പ്രവർത്തിച്ചവരെ സംഗമത്തിൽ ആദരിക്കും. കാസർഗോഡ് ജില്ലയിൽ 7ഓളം വിഭാഗം വരുന്ന ബ്രാഹ്മണ സമൂഹങ്ങൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനും എടനീർ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമികളുടെ ആശീർവാദത്തോടെ ബ്രാഹ്മണ സമാവേശം 2024 എന്ന പരിപാടി മെയ് 5-ാം തീയതി എടനീർ മഠത്തിൽ വെച്ച് തന്നെ നടത്തുകയാണ്. ആ പരിപാടിയിൽ അതിഥികളായിട്ട് ക്യാംകോ ചെയർമാൻ ശ്രീ കിഷോർ കുമാർ ഖോഡ്ഗി, അതുപോലെ തന്നെ ശൃംഗേരി ശങ്കർമഠ കോട്ടേക്കാർ മാംഗ്ലൂർ ധർമാധികാരിയായ ശ്രീ ബൊള്ളാവ സത്യശങ്കർ, അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഫോർമർ സെക്രട്ടറി ടു ഗവൺമെൻറ് ഓഫ് കേരള ശ്രീ ഗോപാലകൃഷ്ണ ഭട്ട് IAS, ഇവർ രാവിലെ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുകയും തുടർന്നുള്ള വിഷയമെന്ന നിലയിൽ വിവിധ സമൂഹത്തിലെ പ്രധാന വ്യക്തികൾ ഈ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിക്കുന്നുണ്ടാവും. ബ്രാഹ്മണ പരിഷത്ത് പ്രസിഡന്റ് എച്ച് വിട്ടൽ ഭട്ട്, ചെയർമാൻ IV ഭട്ട്, ജനറൽ സെക്രട്ടറി സൂര്യനാരായണ ഭട്ട് പനത്തടി, HS ഭട്ട്, T ജയനാരായണ, പ്രൊഫസർ A ശ്രീനാഥ്, വിഷ്ണുമോഹൻ എടനീർ, പെരികമന മുരളീധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.